KSU പ്രവർത്തകരെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. സംഭവത്തിൽ പ്രതിഷേധം ശക്തമായതോടെ വടക്കാഞ്ചേരി CI ഷാജഹാനെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തേക്ക് സ്ഥലം മാറ്റി. എന്നാൽ ഈ നടപടി മാത്രം പോരെന്നും CIയെ പിരിച്ചുവിട്ട് മാതൃകാപരമായ ശിക്ഷ നൽകണമെന്നും ആവശ്യപ്പെട്ട് ഷാഫി പറമ്പിൽ MP രംഗത്തെത്തി. തൃശൂരിലെ മുള്ളൂർക്കരയിൽ KSU SFI പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ KSU പ്രവർത്തകരെയാണ് പോലീസ് മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയത്. ഈ നടപടിക്ക് വടക്കാഞ്ചേരി 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി CI ഷാജഹാനെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. വിദ്യാർത്ഥികളെ കറുത്ത തുണിയും കൈവിലങ്ങും ധരിപ്പിച്ച് കോടതിയിൽ കൊണ്ടുവന്നത് എന്തിനാണെന്ന് കോടതി ചോദിച്ചു. ഇത് സാധാരണയായി കൊടും കുറ്റവാളികളെയും ഭീകരവാദികളെയും മാത്രം ഹാജരാക്കുന്ന രീതിയാണെന്ന് ചൂണ്ടിക്കാട്ടി KSU വലിയ പ്രതിഷേധം നടത്തിയിരുന്നു. പോലീസ് കസ്റ്റഡിയിലെ മർദ്ദനങ്ങളും അതിക്രമങ്ങളും വലിയ ചർച്ചാവിഷയമായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് ഈ സംഭവം നടന്നതെന്നും ശ്രദ്ധേയമാണ്. CIയെ സ്ഥലം മാറ്റി ഓമനിക്കുകയല്ല, മറിച്ച് പിരിച്ചുവിട്ട് ശിക്ഷിക്കുകയാണ് വേണ്ടതെന്ന് ഷാഫി പറമ്പിൽ MP പ്രതികരിച്ചു. CI ഷാജഹാൻ ഒരു ഏരിയ സെക്രട്ടറിയേക്കാൾ മോശമായി രാഷ്ട്രീയ പക്ഷപാതത്തോടെയാണ് ഇടപെട്ടതെന്ന് അദ്ദേഹം ആരോപിച്ചു. കൊടിസുനിക്ക് 2 വീശാനും ടച്ചിങ്സും കൊടുത്ത സർക്കാർ സംവിധാനങ്ങളാണ് KSU പ്രവർത്തകരെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ കൊണ്ടുപോയത് എന്ന ഷാഫി പറമ്പിലിന്റെ പ്രസ്താവന പോലീസിനെതിരായ ഗുരുതരമായ ആരോപണമാണ്. കേരള പോലീസ് പാർട്ടി ഗുണ്ടകളെ പോലെയാണ് പെരുമാറുന്നതെന്നും തീവ്രവാദികളെ പോലെയാണ് വിദ്യാർത്ഥികളെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ എത്തിച്ചതെന്നും ഷാഫി പറമ്പിൽ തുറന്നടിച്ചു. സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഷാജഹാനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കി തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തേക്ക് മാറ്റിയത്. ഈ സംഭവത്തെ തുടർന്ന് പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ പോലീസ് നടപടിക്കെതിരെ നിയമപരമായ നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് KSU നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. അതേസമയം റിമാൻഡിൽ കഴിയുന്ന 3 KSU പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ നാളെ വടക്കാഞ്ചേരി കോടതി പരിഗണിക്കും. സംഘർഷത്തിൽ SFI പ്രവർത്തകരിൽ നിന്ന് മർദ്ദനമേറ്റ് തൃശൂരിലെ കോപ്പറേറ്റീവ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവാവിന്റെ മൊഴി രേഖപ്പെടുത്താനോ കേസെടുക്കാനോ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ലെന്ന ആരോപണവും ശക്തമാണ്. ഇത് പോലീസിന്റെ പക്ഷപാതപരമായ നിലപാടിന് തെളിവാണെന്ന് KSU നേതാക്കൾ പറയുന്നു. വടക്കാഞ്ചേരിയിലെ ഈ സംഭവം കേരള പോലീസിന്റെ പക്ഷപാതപരമായ നിലപാടുകളെ കുറിച്ചുള്ള ചർച്ചകൾക്ക് വീണ്ടും ആക്കം കൂട്ടിയിരിക്കുകയാണ്. രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പോലീസ് സംവിധാനം ജനാധിപത്യ സമൂഹത്തിന് ദോഷകരമാണെന്ന് ചൂണ്ടിക്കാണിച്ച് സാമൂഹ്യ നിരീക്ഷകരും രംഗത്തെത്തിയിട്ടുണ്ട്. ഭരണകക്ഷിയുടെ വിദ്യാർത്ഥി സംഘടനയായ SFIക്ക് അനുകൂലമായി പോലീസ് പെരുമാറുന്നു എന്ന ആരോപണം വളരെ കാലമായി പ്രതിപക്ഷം ഉന്നയിക്കുന്നതാണ്. എന്നാൽ ഈ സംഭവം ആ ആരോപണങ്ങൾക്ക് കൂടുതൽ വിശ്വസ്തത നൽകിയിരിക്കുകയാണ്. മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയത് സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങളുടെ ലംഘനമാണെന്ന് നിയമവിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഇത് മനുഷ്യാവകാശ ലംഘനമാണെന്നും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. പോലീസിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ ഈ വിഷയം നിയമസഭയിൽ ചർച്ച ചെയ്യാനും പ്രതിപക്ഷം ഒരുങ്ങുന്നുണ്ട്. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ശക്തമായ സമ്മർദ്ദം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അതേസമയം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ ഔദ്യോഗിക പ്രതികരണമൊന്നും വന്നിട്ടില്ല. സ്ഥലമാറ്റം ഒരു പതിവ് നടപടി മാത്രമാണെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രമാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്ന് പോലീസിന്റെ ഈ നടപടിക്കെതിരെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഒരു ജനാധിപത്യ സമൂഹത്തിൽ പോലീസ് പക്ഷപാതപരമായ നിലപാടുകൾ സ്വീകരിക്കുന്നത് അതിന്റെ വിശ്വസ്തതയെ തകർക്കുമെന്നും ഇത് നിയമവാഴ്ചയെ ദുർബലപ്പെടുത്തുമെന്നും വിമർശകർ പറയുന്നു. KSU പ്രവർത്തകർക്കെതിരായ പോലീസ് നടപടി രാഷ്ട്രീയ എതിരാളികളെ അടിച്ചമർത്താനുള്ള ശ്രമമാണെന്ന് ചിലർ ആരോപിക്കുന്നു. ഈ നീക്കങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം കൂടുതൽ കലുഷിതമാക്കുമെന്ന് അവർ അഭിപ്രായപ്പെടുന്നു. കേരളത്തിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പോലീസ് കാണിക്കുന്ന ഇരട്ടത്താപ്പ് ഈ വിഷയത്തിൽ വീണ്ടും ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഒരു വിഭാഗം ആളുകൾക്ക് അനുകൂലമായി മറ്റൊരു വിഭാഗം ആളുകൾക്കെതിരെയും പോലീസ് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാണ്. അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ വിഷയത്തിൽ കൂടുതൽ രാഷ്ട്രീയ പോരാട്ടങ്ങൾ അരങ്ങേറാൻ സാധ്യതയുണ്ട്. വടക്കാഞ്ചേരി കോടതിയുടെ ജാമ്യാപേക്ഷയിലുള്ള തീരുമാനം ഈ വിഷയത്തിൽ നിർണായകമാകും. കൂടാതെ സംസ്ഥാന സർക്കാരും പോലീസ് മേധാവികളും ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകൾ ജനങ്ങൾ ഉറ്റുനോക്കുന്നു. ഈ സംഭവം കേരള പോലീസിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ശക്തമായ നടപടിയിലൂടെ മാത്രമേ ഈ പ്രതിച്ഛായ വീണ്ടെടുക്കാൻ പോലീസിന് സാധിക്കുകയുള്ളൂ.